ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാത്തോണ്ട് കൊണ്ടുവന്ന് വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ ഒന്ന് വെയിലത്ത് ഉണക്കാനിട്ടതാണ്. പിന്നെ ഞാൻ കുറച്ച് ക്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ പിന്നെ കുറച്ച് മണ്ണ് എടുത്ത് കലക്കി ഒക്കെ റെഡിയാക്കിയിട്ട് ഊറാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഫുള്ള് വേണ്ടി വന്നു കേട്ടോ ഊറാനായിട്ട്. ഇവിടെ വന്നിട്ട് ഈ കുഴൽ കിണർ കുഴിച്ച മണ്ണൊക്കെ ഇട്ടുകൊണ്ട് ഒരു പശ പോലത്തെ ഒരു മണ്ണാണ് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഊറി വരുന്നില്ല, വെള്ളം തെളിയുന്നില്ല. അടിയിൽ മണ്ണ് നല്ല ഊറി വന്നിട്ടുണ്ട്, പക്ഷെ വെള്ളത്തിന് തെളിവ് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞ് നോക്കുമ്പോൾ നല്ല ക്ലേ ഒക്കെ ഉണ്ട് കേട്ടോ. ഞാനപ്പോൾ ഈ യൂട്യൂബിൽ വീഡിയോ ഇടാൻ തുടങ്ങുമ്പോൾ ആദ്യം വന്നിട്ട് ക്രാഫ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ചെയ്തിരുന്നത്. ക്രാഫ്റ്റിൽ നിന്ന് പിന്നെ പെട്ടെന്ന് ഫുഡൊക്കെ ചാടി, പിന്നെ തയ്ക്കുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ, പിന്നെ അങ്ങനെ ഓരോന്ന് മാറ്റിയിട്ട് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് ചട്ടിയും കലം ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്കാണ് കേട്ടോ. പരീക്ഷണങ്ങൾ മാറ്റി ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു ചെറിയ ചട്ടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. മോളെ ക്ലേ കുറച്ച് ഉണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് എടുത്തിരുന്നു. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് മണ്ണെടുത്തിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഈ തോർത്തിൽ കെട്ടി വെച്ചാൽ നല്ല വെള്ളം വലിഞ്ഞ് കിട്ടുമല്ലോ. ക്ലേ നല്ല ചേറ് പോലത്തെ മണ്ണാണ് കേട്ടോ. ഈ കുഴൽ കിണറിൻ്റെ മണ്ണായതുകൊണ്ട് കുറച്ച് പശ കൂടുതലുള്ള മണ്ണാണ്, ഈ മിനുങ്ങുന്ന പോലത്തെ ഒരു സൈസ് മണ്ണ് കേട്ടോ. അപ്പോൾ വല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് സെറ്റായി കിട്ടൂല ചട്ടിയും കാലമൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഒരു ദിവസം അങ്ങനെ വെക്കണം, എന്നാലുള്ളൂ വെള്ളം ഒന്ന് വലിഞ്ഞ് കിട്ടുക. മോള് ഇതേപോലെ ഉണ്ടാക്കാൻ നിൽക്കുമ്പോൾ ഒരുപാട് മണ്ണ് അന്ന് കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അതിൽ ഒരുപാട് മണ്ണെടുത്തിരുന്നു ക്ലേ ഉണ്ടാക്കാനായിട്ട്. എന്നിട്ട് അവൾ എന്താ കട്ടിയെന്ന് അറിയില്ല. ഞാൻ ഇങ്ങനെ മണ്ണൊക്കെ എടുത്തെടുത്ത് ഞാൻ എൻ്റെ പണിക്ക് പോയി. അപ്പോൾ അവൾ വെള്ളം കലക്കി കുറേ കളഞ്ഞതുകൊണ്ട് അതുകൊണ്ട് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനെടുത്തപ്പോൾ കുറേ കിട്ടിയിട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലേ വെച്ചിട്ട് ഉണ്ടാക്കിയത് ഈ ചിരാതാണ് കേട്ടോ. ഇത് ഒരു ചട്ടി ഉണ്ടാക്കിയിരുന്നു. ഇത് രണ്ടും കൂടെ ഞാനിത് എടുത്തിട്ട് 2-3 ദിവസമായിട്ടോ. അപ്പോൾ ഞാൻ ഈ ചട്ടിയും ഈ ചിരാതും കൂടി ഒന്ന് ചുട്ടെടുക്കാമെന്ന പൊടിഞ്ഞു പോകില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇത് കുറഞ്ഞ തീയിൽ ചുട്ടെടുക്കണം തോന്നുന്നുണ്ട്. ഞാൻ നല്ല ചൂടിൽ തന്നെ അടുപ്പക്ക് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെയല്ല, രണ്ടും പൊട്ടിപ്പോയി. അപ്പോൾ മണ്ണൊക്കെ നല്ല വെള്ളം ഊർന്ന് വന്നിട്ട് ഞാൻ തോർത്തുമുണ്ടിൽ അങ്ങനെ പരത്തി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ വെള്ളം വലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്ര ക്ലേ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മോളാണെങ്കിൽ അവൾ വെള്ളമൊക്കെ കലക്കി ഒഴിച്ച് അങ്ങനെ കളഞ്ഞിട്ട് അതേപോലെ തന്നെ വെള്ളം ഊറാനും അധികം നേരം വെക്കൂല കേട്ടോ. അതുകൊണ്ട് ഓള് ഉണ്ടാക്കുമ്പോൾ ക്ലേ കമ്മിയായിട്ടാണ് കിട്ടല്. അപ്പോൾ ഞാൻ പ്ലാസ്റ്റിക് കവറിലിട്ടിട്ട് ഇങ്ങനത്തെ ഡപ്പയിലിട്ടിട്ട് അടച്ച് വെക്കുകയാണ് കേട്ടോ. കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ ഡ്രൈ ആയി പോകുന്നതുകൊണ്ട്. പിന്നെ ഞാൻ ചിരാത് ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഉണ്ടാക്കിയത് ഒരു ബൗളാണ് കേട്ടോ. അപ്പോൾ ബൗൾ ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനൊരു ചിരാതും കൂടി ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമ്മൾ തോറ്റ് കൊടുക്കാൻ പാടില്ലല്ലോ എവിടെയെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെയും ചിരാത് ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ അതൊക്കെ ഉണക്കിയതാണ്. ഇങ്ങനെയാണ് ഞാൻ അടുപ്പിൽ ചൂടുള്ള ഈ തേങ്ങാത്തോണ്ട് ഇട്ട ചൂടോടെ അങ്ങനെ ഇട്ട് കത്തിച്ചുകൊണ്ടായിരിക്കും കേട്ടോ പൊട്ടിപ്പോയത്. രണ്ടും പൊട്ടിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ ബൗള് പകുതിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ബൗളായോ അല്ലേന്ന് നിങ്ങളാണ് കേട്ടോ പറയേണ്ടത്. അപ്പോൾ 2 ദിവസം ആയിട്ടോ ഉണങ്ങി കിട്ടാൻ. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം മണ്ണ് നല്ല തണലിലിരുന്ന് ഉണങ്ങി കിട്ടണ്ടോ, ഇല്ലെങ്കിലൊക്കെ വേഗം പൊട്ടിപ്പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടി ചെറുത് കേട്ടോ, കുട്ടികൾക്ക് കളിക്കുന്ന കാണാൻ നല്ല രസമല്ലേ. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു ചീനച്ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ ചീനച്ചട്ടി, ബൗള് ഇതൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഒരു ചട്ടിയും കൂടെ അടുപ്പും കൂടി വേണമല്ലോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ അടുപ്പിൻ്റെ സൈഡിലൊക്കെ അങ്ങനെ വെച്ചിട്ട്
അങ്ങനെ മെല്ലെ മെല്ലെ ഉണക്കിയെടുക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ വെയിൽ കൊണ്ടൊക്കെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് വേഗം വിണ്ട് പൊട്ടിപ്പോവും. നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ, അത്ര തിന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകുന്ന കാരണം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുണ്ടാക്കിയ ചീനച്ചട്ടിയും ബൗളും ചിരാതും ഒക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം പറയണേ. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.